ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഏലൻ വാലിയിലേക്കാണ്. രസകരമായ കുറേ കാഴ്ചകളിലൂടെ നോക്കാം. ഓക്കെ, ട്രിപ്പ് പോകാനെന്ന് പറഞ്ഞ് ഇതാമാർ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ദിലീപിന്റെ അതിമനോഹരമായ സോങ്. ഇന്ന് മഴ വന്ന ദൈവമേ, നമ്മുടെ എപ്പം പുറത്തിറങ്ങിയാൽ അപ്പം മഴ. ഇതുണ്ടോ അതുണ്ടോ സൂര്യൻ വെള്ള കാണുന്നതെല്ലാം ആടാണ്. ഇതിൽ കൂടുതൽ സൂം ചെയ്യാൻ പറ്റൂല. ഓ, ഇതാ കാണുന്നതൊക്കെ ആടാണ്. ചെമ്മരി. ഓ, കണ്ട 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 മറ്റേടാറോ. ഇവിടെ ലേക്ക് ഉണ്ട്. ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട്. ഓ, ഇതായിരിക്കുന്നു നമ്മുടെ അടുത്ത ടീമുണ്ട്. അനൂപ് ഫാമിലി. അതിന്റെ കൂടെ ബോഡി ഗാർഡ് പാട്രീഷ്യ ജോസഫ് ഉണ്ട് കൂടെ. അതിമനോഹരമായ ലേക്ക്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് കൊടുക്കുന്ന ജിത്തു, ഞാനും ബ്രോയും ഫാമിലി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണിത്. ഇതാ കണ്ട. നല്ല വ്യൂ. മുതലുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ പറയുന്നത് വെയിൽസിലെ അതിമനോഹരമായ പച്ച നിറഞ്ഞ മലകൾക്കിടയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലയുടെ അപ്പുറം അഫ്ഗാനിസ്ഥാൻ അറിയാൻ പറ്റിയത്. ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ ആവാനുള്ള സാധ്യത ഇതിന്റെ അപ്പുറം അഫ്ഗാനിസ്ഥാൻ. അങ്ങനെ നമ്മളെ എവിടെയൊക്കെ എത്തി. ഓ, അങ്ങനെ അപ്പാപ്പന്മാരൊക്കെ ഉണ്ട് അവിടെ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കണം വൈകുന്നേരം. എന്തറിയണം അവർക്ക് എൻജോയ്മെന്റ്. നമ്മൾ പഴയ കാലങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റേഞ്ച് ഇല്ല. പഴയ കാലത്തിലാണ് സി ക്ലാസ്സിൽ ഒരു വണ്ടി കെട്ടി വെച്ചത്. പക്ഷെ ഹൈടെക് ആയ പഴയ കാലമാണ്. മൊത്തം ബെൻസായി. ബെൻസ് ഒക്കെ പഴയ കാലത്ത് ഇവർക്ക് ഉണ്ടായിരുന്നടാ. എല്ലാം കാണുമ്പോൾ നമ്മള് മൂന്നാറ് പോണ ഒരേ വൈബാണ്. നിനക്ക് തോന്നില്ല? കണ്ടായത് മറയൂർ കുട്ടു. ഇത് നമ്മള് നാട്ടിൽ എവിടെയോ പോണ സ്ഥലത്ത് പോലെ. അണ്ണൻ പറയണ്ട, എനിക്ക് തോന്നുന്നത് മൂന്നാർക്ക് പോണ റോഡാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഗ്യാപ്പ് റോഡ് മൂന്നാർ അടിവാലി അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ചായക്കടയിലുണ്ടെന്നാ ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ചായക്കട അല്ലായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ആൾ താമസമുള്ള ഒരു സ്ഥലത്തെത്തി. നല്ല രസമുണ്ടല്ലോ. ഈ പള്ളിയാണ്. ക്ലോക്ക് ടവർ എത്തി. അങ്ങനെ നമ്മൾ
അതിന്റെ ഇടയിൽ എന്താ വെള്ളം ഒഴുകുന്നല്ലേ? വെള്ളം ഒഴുകുന്നത് ചെറിയൊരു പോണ്ട് പോലെ വെള്ളച്ചാട്ടമാണ്. നല്ല രസമാണ്. നോക്കി സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. ഇവിടെ എത്തുന്നവര് പാറ ഉരുണ്ട് വരാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അല്ലല്ലോ അവിടെ വെച്ചിട്ടുണ്ടോ? റോഡിൽ വരെ ആടുണ്ട്. ഒരു അതിമനോഹരമായ ഒരു ഫീൽഡ് അത് കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനിറങ്ങിയത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവർ ഇറങ്ങിയിട്ടുണ്ട്. അവസാനം നമ്മൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവിടെ ഒരു വെള്ളവും ഇല്ല. ചെറിയൊരു പ്രോബ്ലം, വെള്ളമില്ല. അവസാനം എങ്ങനെയൊക്കെ നമ്മൾ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വരൾച്ച ആയതുകൊണ്ട് ഒരു തുറന്നു വിട്ടാന്ന് തോന്നുന്നു വെള്ളം. സമ്മർ ആയതായിരിക്കും. വെള്ളം ഇല്ല. കാർഡിഫിലൊക്കെ വെള്ളം നമ്മൾ എത്തിയല്ലേ ഷിയാസ്? ഇതാണ് നമ്മുടെ സ്ഥലം. യെലൻ വാലി. വെള്ളമില്ല, ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോ വരണ്ട ഒരു ഡാമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ വെള്ളം കണ്ട, ഈ ഡാമിൽ ഇത്രയും വെള്ളമേ ഉള്ളൂ ഇപ്പൊ. പക്ഷെ നല്ല നീല കളർ വെള്ളം. ഇതൊക്കെ വെള്ളം കയറുന്ന സ്ഥലം സമ്മർ ആയതുകൊണ്ട് വരണ്ടു പോയത്. അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട് കല്ല് വെച്ച്. ഇപ്പൊ ഇറങ്ങാൻ പറ്റും. പണിക്കാർക്ക് പോകാനുള്ള സ്ഥലമാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഡാം? എന്തിനോ ഒന്ന് ചുമ്മാ പൊടി. ഇതിന്റെ ഹിസ്റ്ററി ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ വായിച്ചു പഠിക്കുക. ഉണ്ടാക്കാതെ നമ്മുടെ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കട്ടെ എന്താണെന്നൊക്കെ. എനിക്കാദ്യം മനസ്സിലാക്കണമല്ലോ. ഫസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് ബട്ട് പബ്ലിക്ലി ആക്സസിബിൾ പാർക്ക് ഇൻ ദി വേൾഡ്. വെള്ളം കൊടുക്കണതല്ല നല്ല. ഞാൻ റിസ്ക് എടുത്ത് ഇങ്ങനെ താഴെ ഇറങ്ങരുതെന്ന് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നാണ് പറഞ്ഞത്. കാരണം ആ ടീമുകളെല്ലാം പേടിച്ച് നിൽക്കുന്നുണ്ടാ. ഇവിടെ ഇറങ്ങാൻ പേടിച്ചതാ ഈ ടീമുകളെല്ലാം അവിടെ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് എന്ത് റിസ്ക് എടുക്കാം. ആരെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ ഓടും. ഇവിടെ ഒരു പ്രശ്നം, ഒരുത്ത റിസ്ക് എടുത്താൽ പിന്നെ എല്ലാവരും റിസ്ക് എടുക്കാമെന്ന് വിചാരിക്കും. ആരെങ്കിലും പക്ഷെ തുടങ്ങണം. കണ്ട ഇപ്പോൾ ചാടി ചാവാൻ പോകണം ഡാമിൽ നിന്ന്, വെള്ളമില്ലാത്ത ഡാമിൽ. ഫ്രണ്ട്സ്, നമ്മൾ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഒരുമിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇച്ചിരി നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഏതാടാ അത് കുഴപ്പമില്ലടാ. കളിക്കാണ്. അപ്പൊ ഞാൻ അടി കൂടിയാണ് ചെത്തണേന്ന്. ഓ വെള്ളം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ യെലൻ വാലി കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. എല്ലാവരും സാഡാണ്. ഈ സ്ഥലം മിസ് ചെയ്യാൻ പോണതിൻ്റെ ഒരു വിഷമം കണ്ട കുട്ടുവിൻ്റെ അവൻ്റെ മുഖത്ത് കാണാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഈച്ചയുണ്ട്. ഈച്ച നമ്മൾ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഇതാ വാക്കുവിൻ്റെ അച്ഛനും നിൽക്കുന്നുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.